മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥിദേവോ ഭവ. ലോക വനിതാ ദിനത്തിൽ മണ്ണുത്തി വെറ്ററിനറി കോളേജിൽ നിന്ന് പകർത്തിയതാണ് സ്ത്രീ മുന്നേറ്റത്തിൻ്റെ ഈ നേർക്കാഴ്ചകൾ. 70ാം പിറന്നാൾ ആഘോഷിക്കുന്ന മണ്ണുത്തി വെറ്ററിനറി കോളേജിലെ ക്ലാസ് മുറികളിൽ ഒന്നാണിത്. ഞാൻ പഠിച്ച 1967 ബാച്ചിൽ ആകെ ഉണ്ടായിരുന്നത് 2 പെൺകുട്ടികളടക്കം 40 പേരാണ്. പെൺകുട്ടികൾ 2 പേരും സ്ഥിരമായി വലതുഭാഗത്തെ മുൻനിരയിലിരിക്കും. തൊട്ടുപുറകിലെ ഒരു നിര ഒഴിവാക്കി ഞങ്ങൾ ആൺകുട്ടികൾ. അന്ന് പെൺകുട്ടികൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് അറിയാതെ പോലും ആരും നോക്കാറില്ല. കാരണം അന്ന് അങ്ങോട്ട് നോക്കുന്നവൻ്റെ തോൽവി ഉറപ്പാണ്. ഇന്നിപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഇരിപ്പിൻ്റെ വശം വെച്ച് ഇന്നിവിടെ ജയപരാജയങ്ങൾ നിശ്ചയിക്കപ്പെടാറുണ്ടോ എന്നറിയില്ല. വെറ്ററിനറി വിദ്യാഭ്യാസത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം, 18ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിലാണ് ലോകത്ത് ആദ്യമായി ആധുനിക മൃഗചികിത്സാ രീതികൾ ആരംഭിച്ചതെന്ന്. 1722 ഫ്രാൻസിലാണ് മൃഗചികിത്സാ രീതികൾ പഠിപ്പിക്കുന്ന ആദ്യത്തെ വെറ്ററിനറി സ്കൂൾ തുടങ്ങിയത്. 1791 ലണ്ടനിലും അത്തരം ഒരു സ്കൂൾ ആരംഭിച്ചു. 1862 പൂനെയിലാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യത്തെ വെറ്ററിനറി സ്കൂൾ തുടങ്ങിയത്. പിന്നീട് ചെന്നൈയിലെ സൈതാപ്പേട്ടിൽ അത്തരമൊരു സ്കൂൾ ആരംഭിക്കുകയുണ്ടായി. 1884 ആണ് വെപ്പേരിയിൽ ഇന്ന് കാണുന്ന മദ്രാസ് വെറ്ററിനറി കോളേജ് വന്നത്. കോളേജ് നിലവാരത്തിൽ അവിഭക്ത ഇന്ത്യയിലെ ലാഹോറിലാണ് ആദ്യത്തെ മൃഗചികിത്സാ പഠന കേന്ദ്രം വന്നത് 1882. തുടർന്ന് കൊൽക്കത്തയിൽ 1883, പിന്നെ മഹാരാഷ്ട്രയിൽ. 1955 ഓഗസ്റ്റ് 1 മണ്ണുത്തി വെറ്ററിനറി കോളേജിൻ്റെ ആരംഭം. കോളേജിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 400 ഏക്കർ ഭൂമി ഒല്ലൂക്കരയിലെ സർക്കാർ ഫാമുകളിൽ നിന്ന് ഏറ്റെടുക്കുകയായിരുന്നു. മണ്ണുത്തിയിലെ ജില്ലാ ലൈഫ് സ്റ്റോക്ക് ഫാമിലെ ഓഫീസ് കെട്ടിടം വെറ്ററിനറി കോളേജായി മാറ്റിയെടുത്തു. ആ പഴയ കെട്ടിടം പിൽക്കാലത്ത് താഴെ വെറ്ററിനറി ബയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടായും മുകളിൽ ലേഡീസ് ഹോസ്റ്റലായും പ്രവർത്തിച്ചു. കാലാതിവർത്തിയായി നിലകൊള്ളുന്ന കെട്ടിടം ഇപ്പോൾ വെറ്ററിനറി കോളേജിലെ ചരിത്ര മ്യൂസിയമാണ്. മദ്രാസ് വെറ്ററിനറി കോളേജിൽ നിന്നുള്ള ഡോക്ടർ KS നായരായിരുന്നു മണ്ണുത്തി വെറ്ററിനറി കോളേജിലെ ആദ്യത്തെ പ്രിൻസിപ്പൽ. അക്കാലത്ത് ഇവിടെ പ്രിൻസിപ്പൽ അടക്കം 6 പേരായിരുന്നു അധ്യാപകർ. ആദ്യ ബാച്ചിൽ 70 വിദ്യാർത്ഥികളും. ഞാൻ മണ്ണുത്തി വെറ്ററിനറി കോളേജിലെ ആദ്യത്തെ ബാച്ചിലെ 70 വിദ്യാർത്ഥികളിൽ ഒരാളാണ്. അപ്പോൾ വെറ്ററിനറി കോളേജിൽ 1962 വന്ന ഒരു അധ്യാപകനായി ഞാൻ അവിടെ ജോയിൻ ചെയ്തു. വെറ്ററിനറി കോളേജ് എന്ന് പറയുന്നത് ഇന്ന് അവിടെ ലാബറട്ടറിയുടെ സൈഡിൽ കാണുന്ന ഒരു പഴയ കെട്ടിടത്തിലായിരുന്നു തുടങ്ങിയത്. അന്ന് കെട്ടിടങ്ങൾ വേറെ ഒന്നുമില്ല. ആ കോളേജിൽ ഞങ്ങൾ 70 പേര് ഒരു ഹാളിൽ ഇരുന്നാണ് ക്ലാസ് തുടങ്ങിയത്. 1958 ആയപ്പോഴേക്കും വിദ്യാർത്ഥികളുടെ എണ്ണം 11 പെൺകുട്ടികളടക്കം 297 27 അധ്യാപകരും. 1958 ഇരുനിലയിൽ പണി കഴിപ്പിച്ച 55,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള പുതിയ കോളേജ് കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് നിർവഹിച്ചു. ചടങ്ങിൽ മുൻ മുഖ്യമന്ത്രി C അച്യുതമേനോൻ അധ്യക്ഷനായി. 1955 ഇവിടെ പ്രവേശനം ലഭിച്ച 70 പേരിൽ 39 പേർ 1959 BVSC ബിരുദം നേടി പുറത്തിറങ്ങി. 1957-58 കാലത്ത് തന്നെ പാലക്കാട് മെയിൻ റോഡ് അരികിലെ 3 നില മെൻസ് ഹോസ്റ്റൽ പ്രവർത്തനം ആരംഭിച്ചു. അതോടെയാണ് പഴയ കോളേജ് കെട്ടിടം ലേഡീസ് ഹോസ്റ്റലായത്. ഇന്ന് വർഷം തോറും 125 വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിക്കുന്ന ഇവിടെ അവരെ പഠിപ്പിക്കാനായി 25ഓളം വകുപ്പുകളിലായി 103 അധ്യാപകരും 39 അനധ്യാപകരുമുണ്ട്. ഇന്ന് മണ്ണുത്തി വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥികളുടെ പ്രായോഗിക പരിശീലനത്തിനായി മണ്ണുത്തി ക്യാമ്പസിലും തൃശ്ശൂരിലെ കൊക്കാലയിലുമായി
എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ 2 മൃഗാശുപത്രികൾ പ്രവർത്തിക്കുന്നുണ്ട്. 1904 രാമവർമ്മ മഹാരാജാവിൻ്റെ കാലത്ത് ആരംഭിച്ച കൊക്കാല സർക്കാർ മൃഗാശുപത്രി 1958 മണ്ണുത്തി വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥികളുടെ ക്ലിനിക്കൽ പഠന ആവശ്യത്തിനു വേണ്ടി മണ്ണുത്തി വെറ്ററിനറി കോളേജിൻ്റെ ഭാഗം ആക്കുകയായിരുന്നു. 1961 മണ്ണുത്തി കോളേജ് ക്യാമ്പസിൽ ഇൻപേഷ്യൻ്റ്, ഔട്ട് പേഷ്യൻ്റ് സൗകര്യത്തോടെ പുതിയ മൃഗാശുപത്രി തുറന്നത്. മണ്ണുത്തി വെറ്ററിനറി കോളേജിൻ്റെ നിലവിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഡീൻ ഡോക്ടർ കെ വിജയകുമാർ. ഒരുപക്ഷെ രാജ്യത്തെ ഏറ്റവും മുന്തിയ ഒരു സംവിധാനം ആണ് KR നാരായണൻ മെമ്മോറിയൽ ടീച്ചിങ് വെറ്ററിനറി ക്ലിനിക്കൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞ ഈ സമുച്ചയത്തിൽ ഒരുക്കി വച്ചിരിക്കുന്നത്. മനുഷ്യരെ തന്നെ ചെയ്യുന്ന എല്ലാ നൂതന സംവിധാനങ്ങളും മൃഗചികിത്സയ്ക്കായി ഇവിടെയുണ്ട്. സർജറി ഡിപ്പാർട്ട്മെന്റിൽ ഏകദേശം 7ഓളം ഓപ്പറേഷൻ തിയേറ്ററുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ സിസേറിയന് മാത്രമായിട്ട് വലിയ മൃഗങ്ങൾക്കും ഓമന മൃഗങ്ങളായ പട്ടി, പൂച്ച എന്നിവയ്ക്ക് വേണ്ടിയും വെവ്വേറെ ഓപ്പറേഷൻ തിയേറ്ററുകൾ ഒരുക്കിയിട്ടുണ്ട്. കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ചികിത്സിക്കാനുള്ള ഹീമോഡയാലിസിസ്, അൾട്രാസൗണ്ട്, എക്കോ കാർഡിയോഗ്രാഫി, എൻഡോസ്കോപ്പി മുതലായവ എല്ലാ നൂതന സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇത് കാരണം മാത്രമാണ് സംസ്ഥാനത്തു നിന്ന് മാത്രമല്ല അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഓമന മൃഗങ്ങളെ ചികിത്സയ്ക്കും മറ്റുള്ള സ്ഥലങ്ങളിൽ ചികിത്സ നടത്തി അവിടെ ബുദ്ധിമുട്ട് ആകുമ്പോൾ റെഫറൽ സംവിധാനം എന്ന നിലയിൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും മൃഗങ്ങളെ ഇവിടെ കൊണ്ടുവന്നെത്തിക്കുകയും ചികിത്സ നടപ്പിലാക്കുകയും ചെയ്തു. 2010 മണ്ണുത്തി ക്യാമ്പസ് മൃഗാശുപത്രി ഡോക്ടർ KR നാരായണൻ ടീച്ചിങ് വെറ്ററിനറി ക്ലിനിക്കൽ കോംപ്ലക്സ് അഥവാ മൃഗചികിത്സാ പഠന സമുച്ചയം എന്ന പേരിൽ എല്ലാ ആധുനിക സൗകര്യങ്ങളോടെ വികസിപ്പിച്ചത്. വളർത്തുമൃഗങ്ങളിലെ രോഗനിർണയവും ചികിത്സയും രോഗപ്രതിരോധം എന്നിവയ്ക്ക് പുറമെ വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥികളുടെ ക്ലിനിക്കൽ പരിശീലനം, സമീപ പ്രദേശങ്ങളിലെ വെറ്ററിനറി ഡോക്ടർമാർക്ക് റെഫറൽ സൗകര്യം, തൃശൂർ മൃഗശാല, വനം വകുപ്പ്, സർക്കസ്, പോലീസ്, ഫാമുകൾ എന്നിവർക്കായുള്ള കൺസൾട്ടൻസി സൗകര്യം, കർഷകർക്കുള്ള ബോധവൽക്കരണം, ഫീൽഡ് ക്യാമ്പുകൾ വഴിയുള്ള വിജ്ഞാന വ്യാപനം, പ്രാക്ടീസിംഗ് വെറ്ററിനറി സർജന്മാർക്കുള്ള തുടർ പരിശീലനം, വീട്ടുപടിക്കലെ അടിയന്തര ചികിത്സ, രാത്രികാല സർവീസ് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ഇതിനുവേണ്ടി ഇവിടെ കാഷ്വാലിറ്റി, മെഡിസിൻ, സർജറി, ഗൈനക്കോളജി, ക്ലിനിക്കൽ ലബോറട്ടറി, എക്സ്റേ, സ്കാൻ, ഡയഗ്നോസ്റ്റിക് ഇമേജിംഗ്, ഫാർമസി, രജിസ്ട്രേഷൻ കൗണ്ടർ എന്നിവ പ്രവർത്തിക്കുന്നു. കേരളത്തിൻ്റെ വിവിധ ജില്ലകൾക്ക് പുറമെ തമിഴ്നാട്, കർണാടക, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിൽ നിന്നും ധാരാളം ഓമന മൃഗങ്ങൾ ഇവിടെ ചികിത്സയ്ക്കെത്താറുണ്ട്. മൃഗചികിത്സാ രംഗത്ത് പ്രത്യേകം പരിശീലനം ലഭിച്ച വെറ്ററിനറി നഴ്സുമാരും പാരാമെഡിക്കൽ സ്റ്റാഫും നിങ്ങളുടെ ഓമന മൃഗങ്ങളുടെ പരിപാലനത്തിനായി ഇവിടെ കാത്തിരിക്കുന്നു. മണ്ണുത്തി ക്യാമ്പസ് വെറ്ററിനറി ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ ഒല്ലൂക്കര റോഡിന് സമാന്തരമായി പരന്നു കിടക്കുന്ന വിശാലമായ ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ 3 ഭാഗത്തെയും ഇരിപ്പിടങ്ങളിൽ തണൽ വീഴ്ത്തി നിരന്നു നിൽക്കുന്ന ഡിവിഡിവി മരങ്ങൾ ക്യാമ്പസിനകത്തെ മറ്റൊരു കൗതുക കാഴ്ചയാണ്. ഈ മരത്തണലുകൾ ഇവിടെ പൂത്തുലഞ്ഞ എത്രയേറെ മുഗ്ധാനുരാഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാവും. കാലം ഹൃദയത്തിൽ ഒളിപ്പിച്ച ഓർമ്മകൾക്ക് പുതുജീവൻ നൽകുന്ന അടയാള ചിഹ്നങ്ങളാണ് ഈ മരത്തണലുകൾ. മഞ്ഞ് പെയ്യുന്ന പുലർവേളയിലും മഴ പെയ്യുന്ന ഇടവപ്പാതിയിലും കണിക്കൊന്ന സ്വർണ്ണ നിഷ്കങ്ങൾ ഉതിർക്കുന്ന കൊടും വേനലിലും ലവേഴ്സ് കോർണറിലെ ഈ പ്രണയപാതയ്ക്ക് വെവ്വേറെ ഭാവമാണ്. ഓർമ്മകൾക്ക് മാറ്റമില്ല, മങ്ങലും. കൊഴിയുമെന്നോർത്ത് പൂക്കൾ വിരിയാതിരുന്നിട്ടില്ലല്ലോ. ജീവിതയാത്ര അവസാനിക്കും മുമ്പ്, ഓർമ്മയുടെ പച്ചപ്പിനുമേലെ മറവിയുടെ മാറാപ്പ് വന്നടിയും മുമ്പ്, ആരോഗ്യം അനുവദിച്ചാൽ ഞാൻ വീണ്ടും ഇവിടെ വരും. എന്നെ ഞാനാക്കിയ എൻ്റെ ഈ പൂർവ്വ വിദ്യാലയത്തിലേക്ക് കാലത്തിൻ്റെ ദയയ്ക്ക് നന്ദി പറയാം.